പ്രൈസ് ദ ലോർഡ്. എല്ലാ ആത്മീയ വിശ്വാസികൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 17 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കാണാൻ പോകുന്നത് അതായത് പെസഹയെപ്പറ്റി അല്ലെങ്കിൽ പാസ് ഓവറിനെ പറ്റിയാണ് ഈ സമയത്ത് ഈ വചനത്തിൽ എല്ലാം എഴുതിയിരിക്കുന്നത്. അതായത് പെസഹ എന്ന് പറയുന്നത്, പാസ് ഓവർ എന്ന് പറയുന്നത് നമ്മുടെ യഹൂദിയന്മാർ മിശ്രിത നാട്ടിൽ നിന്ന് വിടുതലുണ്ടായി അവിടുന്ന് അവർ തിരിച്ച് കനാൻ ദേശത്തിലേക്ക് തിരിച്ചു വരുന്ന ആ ഒരു വരവിനെ ഉദ്ദേശിച്ചും അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു 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 ഫെസ്റ്റിവലായിട്ടാണ് ഇത് നടത്തുന്നത്. ഈ പറയുന്ന നമുക്ക് ഇതിനോടടിസ്ഥാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് യേശുക്രിസ്തുവിൻ്റെ അവസാനത്തെ ഫീസ്റ്റ്, അതായത് ലാസ്റ്റ് സഫർ എന്ന് പറയുന്നത്, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് സഫറാണ് വീണ്ടും അത് നമ്മൾ പുതിയ നിയമം അനുസരിച്ച് അത് ഈ ലോർഡ് സഫർ എന്ന് പറയുന്ന, അതായത് നമ്മുടെ കുർബാന എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രഭുഭോജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ തിരുശരീരം എന്ന് പറയുന്നത് നമ്മൾ അതന്നെ സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മൾ പഴയ നിയമത്തിൻ്റെ നിന്ന് നമ്മൾ പുതിയ നിയമത്തിലേക്ക് ഒരു പരിവർത്തനമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇന്ന് നമ്മൾ ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ വചനത്തിൻ്റെ 17 തൊട്ട് 19 വരെയുള്ളതിൻ്റെ അകത്ത് ഈ പാസ് ഓവറിൻ്റെ പ്രിപ്പറേഷനെ പറ്റിയാണ് ഇതിൻ്റെ അകത്ത് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് 20 തൊട്ട് 25 വരെ വിശ്വാസവഞ്ചനെ പറ്റി ആണ് അവിടെ പറയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് 26 തൊട്ട് 29 വരെ ഈ യഹോവയുടെ തിരുശരീരത്തിനെ സ്ഥാപിക്കപ്പെടുന്നതിന് പറ്റിയാണ് പറയപ്പെടുന്നത്. അത് 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ യഹോവയ്ക്ക് വേണ്ടി സ്തുതിഗാനങ്ങൾ പാടുന്നതായിട്ടാണ് ഇവിടെ കാണിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ 17 തൊട്ട് 19 വരെയുള്ള വാക്യത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഈ തിരുശരീരത്തെ, യഹോവയുടെ തിരുശരീരത്തിനെ എങ്ങനെ നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്നു, അതിന് തയ്യാറെടുപ്പെടുക്കുന്നു, അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച് ശിഷ്യന്മാർ യഹോവയുടെ പെസഹന് വേണ്ടിയുള്ള ഒരുക്കം ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇത് അതിനുവേണ്ടി യഹോവയുടെ തീരുമാനപ്രകാരം ഈ ഉള്ള കൽപ്പനകളാണ് അതിൻ്റെ അകത്ത് വളരെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതൊരു കാര്യത്തിനും, ചെറിയ കാര്യമായിരുന്നാലും വലിയ കാര്യമായാലും, അതിൽ ഉള്ള ശിഷ്യന്മാരുടെ ആ കാര്യങ്ങൾ യഹോവയ്ക്ക് വേണ്ടി ചെയ്യുന്നത് അത് വലിയൊരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നും നമ്മുടെ ജീവിതത്തിൽ യഹോവയ്ക്ക് വേണ്ടി ചെയ്യുന്ന ചെറിയ കാര്യമായിരുന്നാലും ശരി, വലിയ കാര്യമായിരുന്നാലും ശരി, അത് നമ്മൾ ചെയ്യുമ്പോൾ, അത് യഹോവയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയൊരു കാര്യമായി മാറുന്നു എന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്ക് എക്സോഡസ്, അതായത് ആവർത്തന പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്ക് ഈ പ്രകാരം ഇതിൻ്റെ അകത്ത് ഈ പെസഹയെപ്പറ്റി, നമുക്ക് പാസ് ഓവറിനെ പറ്റി നമുക്ക് കാണുന്ന, അതായത് മിശ്രനാട്ടിൽ നിന്ന് അടിമത്തത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന യഹൂദന്മാരെ യഹോവ കനാൻ ദേശത്തിലേക്ക് വിടുതൽ ചെയ്യിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് അതിൻ്റെ അകത്ത് അവിടെ എല്ലാം കാണുന്നത്. അപ്പം ഈ ഇസ്രായേലികൾ ഉണ്ടല്ലോ, അവർ യഹോവ ഒരു മാർഗദർശനം ചെയ്തുകൊണ്ട്, അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട്, അവരെ പാപത്തിൽ നിന്ന് പവിത്രതയിലേക്ക് അവരെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവരെ ആക്കി തീർത്തുകൊണ്ടാണ് അവരെ ഈ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ എക്സോഡസ് പുസ്തകത്തിൻ്റെ
12-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഈ പാസ് ഓവർ അവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഈ അത് യഹൂദന്മാർ ഇന്നും അത് കൊണ്ടാടുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് ഇന്ന് നമ്മൾ അതിനെ അനുകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാസ് ഓവറിൽ കൂടാണ് നമുക്ക് ഈ പറയുന്ന യഹോവ യേശുക്രിസ്തു അവസാനത്തെ ഫീസ്റ്റ്, അതായത് ലാസ്റ്റ് സഫർ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ, അതായത് ഒരു അടിമത്വത്തിൽ കിടന്ന് വളർന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ ഉണ്ടല്ലോ അതിൽ നിന്ന് അടിമത്വത്തിലും, അതായത് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമ്മൾ വളരുന്ന നമ്മളെ പാപരഹിതരായിട്ട് നമ്മളെ ജീവിക്കാൻ വേണ്ടി യേശുക്രിസ്തു നമുക്ക് ലാസ്റ്റ് സഫർ ശിഷ്യന്മാരുടെ കൂടെ കഴിക്കുന്നു. അതിനെ എന്നും നമ്മൾ അടുത്ത യേശുക്രിസ്തു അടുത്ത രണ്ടാം വരെ വരുന്നിടം വരെ നമ്മളെ ഇത് തുടർന്ന് കൊണ്ടുപോകണമെന്നുള്ളതാണ് നമ്മളെ അവിടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പം ഇതാണ് നമുക്ക് ഈ ഇതിൻ്റെ പെശഹായെ പറ്റിയുള്ള ഒരു പ്രിപ്പറേഷനെ പറ്റിയാണ് നമ്മൾ ഇതിവിടെ കാണുന്നത്. അടുത്തതായിട്ടുള്ള 20 തൊട്ട് 25 വരെയുള്ള വചനത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ മറ്റുള്ളവരോട് എങ്ങനെ നമ്മൾ ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് എങ്ങനെയാണ് വിശ്വാസവഞ്ചന ചെയ്യുന്നതെന്നുള്ളത് നമുക്കവിടെ അതിനാണ് യേശുക്രിസ്തു അവിടെ പറഞ്ഞ ഒരു ശിഷ്യൻ നിങ്ങളിൽ നിന്ന് ഒരാൾ എന്നെ ഉണ്ടല്ലോ വഞ്ചന ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പം നമുക്കത് വായിക്കുമ്പോൾ പ്രത്യേകം അത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായിട്ടുള്ള പേരാണ്. അതായത് ഈ യഹൂദ ഇസ്കറിയോത്തോസ് എന്ന് പറയുന്ന അദ്ദേഹം ഒരു ശിഷ്യൻ, അതായത് 12 ശിഷ്യന്മാരിൽ ഒരു പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു. അദ്ദേഹമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ എല്ലാ പൈസയുടെ ഇടപാടുകളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ആ വ്യക്തി ആണ് ലാസ്റ്റിൽ 30 വെള്ളിക്കാശിന് വേണ്ടി യേശുക്രിസ്തുവിനെ വഞ്ചിക്കുന്നതും വിശ്വാസവഞ്ചന കാണിച്ച് യഹൂദന്മാർക്ക് ഒറ്റിക്കൊടുക്കുന്നതുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ബാഹ്യമായ ധാർമ്മികതയിൽ നിന്ന് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, ബാഹ്യമായ രീതിയിൽ നമ്മൾ ആഡംബരങ്ങൾ കാണിച്ച് നമ്മൾ ദൈവികമാണെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ദൈവികമുണ്ടാകണം, നമ്മൾ ഹൃദയത്തിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെയുള്ള ജീവിതത്തിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന രക്ഷ പ്രാപിക്കത്തുള്ളൂ എന്ന് നമുക്കിത് മനസ്സിലാകാൻ സാധിക്കും. നമ്മൾ സങ്കീർത്തനം 41-ൽ 9-ാമത്തെ വാക്യത്തിൽ നമുക്കിത് കാണാൻ സാധിക്കുന്നത്, സ്നേഹിതന്മാർ എങ്ങനെയാണ് വിശ്വാസവഞ്ചന ചെയ്യുന്നത് എന്ന് നമുക്കാണ് അതിൻ്റെ അകത്ത് ആ ഒരു വചനത്തിൽ പ്രധാനപ്പെട്ട നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വഞ്ചനയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ദാവൂദ് രാജാവ് അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വൈസറായിരുന്നു ഹൈത്തോഫേൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വൈസറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനെ വഞ്ചിക്കുന്നതായിട്ട് നമുക്കതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. പക്ഷേ നേരെ മറിച്ച് അദ്ദേഹം ഒരു റൊട്ടിയുടെ അംശമായിട്ട് ആണ് ജീവിച്ചത്. ഒരു റൊട്ടിയുടെ അംശം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു, വളരെ ആഴത്തിലുള്ള ഒരു റിലേഷനായിരുന്നു അവർക്ക്. പക്ഷേ അവരെ ആ സമയത്ത് ലാസ്റ്റിൽ കാല് പൊക്കുക എന്ന് പറയും. കാല് പൊക്കുക എന്ന് പറഞ്ഞാൽ വഞ്ചന ചെയ്യുക എന്നുള്ളത് പറയും. അങ്ങനെ ആ വ്യക്തിത്വം അങ്ങനെ ദാവൂദ് രാജാവിനെ വഞ്ചിക്കുന്നത് പോലെ തന്നെ യേശു ഇസ്കറിയോത്ത് എന്ന് പറയുന്ന ആ ശിഷ്യൻ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഒരു റൊട്ടിയിൽ കഴിച്ച ആ വ്യക്തിയാണ്. യേശുക്രിസ്തുവിൻ്റെ കൂടെ 3.5 കൊല്ലം കൂടെ നടന്ന വ്യക്തിയാണ്. പക്ഷേ ലാസ്റ്റ് അദ്ദേഹം ഉണ്ടല്ലോ ദൈവത്തെ ഇത് വഞ്ചിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് യോഹന്നായുടെ പുസ്തകം നമുക്ക് 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമുക്കിത് പ്രത്യേകമായിട്ട് നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് അടുത്തതായിട്ട് നമുക്ക് കാണേണ്ടത് 26 തൊട്ട് 29 വരെയുള്ള വചനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ അവസാനത്തെ ലാസ്റ്റ് സഫർ
അതിൽ കൂടി യേശുവിൻ്റെ തിരു ശരീരത്തെ പറ്റിയാണ് നമുക്കവിടെ സ്ഥാപിക്കുന്നതിനെ പറ്റിയാണ് അവിടെ കാണുന്നത്. യേശു ക്രിസ്തു റൊട്ടിയും മുന്തിരിച്ചാറും എടുത്തിട്ട് യേശു ക്രിസ്തു അവിടെ വെച്ച് പറയുന്നത് ഇതാണ്: ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്നു. ഈ റൊട്ടി എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമാകുന്നു. അതായത് യേശുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, അതായത് യേശുവിൻ്റെ ശരീരം നമ്മുടെ പാപത്തിന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ക്രൂശിൽ ബലിദാനം ചെയ്യുന്നു. ആ ക്രൂശിൽ ആ രക്തം വാർന്ന് ബലിദാനം ചെയ്യുന്നതായിട്ടുള്ള ആ റൊട്ടിയെയാണ് ഒടിക്കപ്പെടുന്നത്. യേശുവിൻ്റെ ശരീരത്തിനെ എങ്ങനെ ഒടിക്കപ്പെടുന്നു അതുപോലെ ആ റൊട്ടി ഒടിക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് അതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മളെ അവിടെ ചിത്രീകരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ മുന്തിരിച്ചാറിനെ നമുക്ക് അവിടെ കാണിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഈ റൊട്ടി ഒടിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വാർന്നു പോകുന്ന ആ രക്തങ്ങൾ, ആ രക്തം ആണ് യേശു ക്രിസ്തുവിൻ്റെ നമ്മുടെ പാപത്തിനെ കഴുകുന്ന ആ രക്തം. ആ പാപത്തിനെ കഴുകുന്ന ആ രക്തം ഒരു പുതിയ നിയമം അല്ലെങ്കിൽ ഒരു പുതിയ അങ്ങനെ നമ്മുടെ പാപത്തിനെ കഴുകിക്കഴിയുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യനായിത്തീരുന്നു. ആ പുതിയ മനുഷ്യനാണ് ന്യൂ കോവനൻ്റ് എന്ന് പറയപ്പെടുന്നത്. നമ്മൾ പുതിയ അധ്യായം നമ്മൾ തുടങ്ങുവാണ്, പുതിയൊരു ജീവിതം തുടങ്ങുവാണ്. അങ്ങനെ ആ യേശു ക്രിസ്തുവിൻ്റെ ആ രക്തത്തിൽ കൂടാണ് നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്കും പുതിയൊരു കോവനൻ്റിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരു ബലിദാനത്തിൻ്റെ രൂപത്തിൽ ശരീരത്തിനെയും രക്തത്തിനെ ന്യൂ കോവനൻ്റ് എന്ന് പറയപ്പെടുന്ന, പുതിയ വചനം എന്ന് പുതിയ ഉടമ്പടി എന്ന് പറയപ്പെടുന്ന ആ രൂപത്തിൽ നമ്മളതിനെ ചിത്രീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാ സൺഡേയിലും നമ്മുടെ പള്ളികളിലും നമ്മൾ യേശുക്രിസ്തു വരുന്നിടം വരെ ആ ആഹാരം നമ്മൾ കഴിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിനെ നമ്മൾ സ്വീകരിക്കുന്ന ആ കുർബാനയെ നമ്മൾ ഭക്ഷിക്കുന്നതും കുർബാനയെ സ്വീകരിക്കുന്നതും അതോടൊപ്പം തന്നെ യേശുവിൻ്റെ ശരീരവും രക്തവും നമ്മൾ ഭക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ഒരു ഓർമ്മ വെച്ചുകൊണ്ടാണ് നമ്മളവിടെ എപ്പോഴും നമ്മൾ പള്ളികളിൽ ചെല്ലാറുള്ളത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് മനുഷ്യജാതികൾക്ക് വേണ്ടി അവരുടെ പാപത്തിനെ കഴുകിക്കളയാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ കാണിച്ചത്. ഈ കാര്യത്തിൽ കൂടി അങ്ങനെ നമ്മൾ പാപരഹിതരായി മാറുന്നു. ഏത് വ്യക്തി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ആ വിശ്വസിക്കുന്ന വ്യക്തികളെല്ലാം ഈ തിരുരക്തത്തിൽ പങ്കാളിയായിത്തീരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൽ ആ വിശ്വാസത്തിനെ നമ്മൾ ഉറപ്പിക്കുകയും യേശു ക്രിസ്തു അന്ന് കാണിച്ച ആ ബലിദാനത്തിനെ നമ്മളെപ്പോഴും ഓർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം കൂടിയാണ്. നമ്മൾ പലരും ചർച്ചകളിൽ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്, അവർ വന്ന് അവിടെ കാഴ്ചക്കാരെ പോലെ ഇരിക്കുന്നു. ആ കാഴ്ചക്കാരായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല സഹോദരിമാരെ. നമുക്ക് അവിടെ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ നമ്മൾ പങ്കാളിയായിക്കൊണ്ട് ആ കുർബാനയിൽ നമ്മൾ സംബന്ധിച്ച് ആ കുർബാനയെ നമ്മൾ സ്വീകരിച്ച് അങ്ങനെ നമ്മൾ യേശുവിൻ്റെ ശരീരവും രക്തവും നമ്മൾ അന്ന് അവിടെ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിനെ നമ്മൾ വിശ്വാസിയായിക്കൊണ്ടും നമ്മളത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ തീരുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണ് ആ പള്ളിക്കകത്ത് നമ്മൾ കയറുന്നുണ്ട്, ആ ദേവാലയത്തിൽ നമ്മൾ കയറുന്നുണ്ട്, ആ കലീശയിൽ നമ്മൾ കയറുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ തിരുരക്തത്തിന് നമ്മളെ പങ്കാളിയായിത്തീരണം എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മൾ പലരുടെയും ചിന്താഗതി കൊണ്ട് ഞാൻ പാപം ചെയ്തിട്ടുള്ളവനല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഇത് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ എല്ലാവരും ഉണ്ട്. സഹോദര, പാപത്തിന് വേണ്ടിയല്ല ഇത് മാത്രമല്ല ഇത് ചെയ്യുന്നത്. ഇത് നമ്മുടെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച ആ ത്യാഗത്തിന് അടയാളമായിട്ട്, ആ ത്യാഗത്തിനെ മനസ്സിലാക്കി കൊടുക്കുവാനും ത്യാഗത്തിന് നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിനെ ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന അതെപ്പോഴെപ്പോഴും സ്വീകരിക്കുന്നു, അപ്പോൾ നമ്മൾ ഓർക്കുന്നു എന്നുള്ളതിന് അടയാളമാണ്. അതാണ് യേശുക്രിസ്തു മരണപ്പെടുന്നതിന് ഇത് ലാസ്റ്റ് സഫറിൻ്റെ സമയത്ത് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ വരുന്നിടം വരെ നിങ്ങൾ എനിക്ക് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് സഹോദരിമാരെ, ഇനിയൊരു നമ്മൾ പള്ളിയിൽ നമ്മൾ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ വരുമ്പോൾ എല്ലാ സൺഡേയിലും നമ്മൾ പള്ളിയിൽ വന്നിട്ട് നമ്മൾ ആ തിരുരക്തത്തിനെ കാഴ്ചക്കാരായിട്ട് നമ്മൾ വെറും ഒരു വിസിറ്ററായിട്ട് നമ്മൾ വന്ന് ഇരിക്കാതെ നമ്മളെ സംബന്ധിച്ച് ആ ആഹാരത്തിന് വേണ്ടി നമ്മൾ എത്രയും ആകാംക്ഷയോടുകൂടി അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആ തിരുരക്ത ശരീരത്തിനെ നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം.
പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ആ ദോഷി നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ത്യാഗത്തിനെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട് എന്നുള്ള ഒരു രൂപത്തിൽ വേണം നിങ്ങൾക്ക് അത് അവിടെ ഇരിക്കേണ്ടത്. എൻ്റെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ത്യാഗത്തിന് വേണ്ടി മരണപ്പെട്ടു. അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ നിശ്ചയമായിട്ടും ഈ ദിവസത്തിൽ ഈ ത്യാഗത്തിനെ ഞാൻ ഓർമ്മപ്പെടാനായിട്ട് എനിക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ പറയുന്ന തിരുശരീരം നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ ആ യേശുക്രിസ്തുവിനെ ഓർക്കാനും യേശുക്രിസ്തുവിൻ്റെ ബലിദാനത്തിനെ പറ്റി മനസ്സിലാക്കാനും നമുക്ക് സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടിയിരിക്കുന്നു. ആത്മീയമായ പോഷണം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഈ അവസരത്തിൽ നമ്മുടെ പാപത്തിനെ ക്ഷമിക്കുകയും നമ്മളെ സൗഖ്യം പ്രാപിക്കുകയും നമ്മുടെ ഓരോ യേശുക്രിസ്തുവിൻ്റെ മണ്ടയിൽ ഓരോ ആണികൾ തറയ്ക്കുമ്പോൾ ആ ആണിയിൽ കൂടി ഉണ്ടായ യേശുക്രിസ്തുവിനുണ്ടായ വേദനയും പ്രയാസവും എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തിരുരക്തം സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. യേശുവിനെ ഓരോ ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോൾ രക്തം വാർന്നു പോകുന്ന സമയത്ത് അത് ആർക്ക് വേണ്ടിയാണ് രക്തം വാർന്നു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തിരുരക്തം സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. ആ 39 ചാട്ടവാർ അടിച്ച് രക്തം വാർന്നു പോയ സമയത്ത് നമ്മുടെ ഓരോ പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ നോയമ്പ് സമയത്ത് നമുക്കിതെല്ലാം വലിയ ഒരു ഓർമ്മയും നമുക്കിത് ഒരു പുതിയ ജീവനായിട്ട് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ ഈ ലൗകികമായ ജീവിതത്തിൽ നമ്മൾ ഇരുന്നു കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ഇതിൽ വരുമ്പോൾ നമ്മൾ ശാരീരികമായ വേദനകൾ നമ്മൾ സഹിക്കുമ്പോൾ നമ്മൾ ഈ ശാരീരികമായ ചാട്ടവാർ അടികൾ നമ്മൾ കൊള്ളുമ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മുടെ യേശുക്രിസ്തുവിനെ നമ്മൾ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ നാമത്തിൽ നമ്മൾ ബലി അർപ്പിക്കപ്പെടുന്ന സമയത്ത് ആ ബലി എനിക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ വരുന്ന സന്താനങ്ങൾക്കും ഈ കലീശയ്ക്കും അത് പ്രയോജനപ്പെടട്ടെ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പാപത്തിനെയും അപരാധത്തിനെയും ക്ഷമയ്ക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടി നമുക്ക് ശാന്തി സമാധാനത്തിനു വേണ്ടിയാണ് ഈ തിരുരക്തം നമുക്ക് തരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം ഇതിൻ്റെ അകത്ത് സംബന്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ഒടിക്കപ്പെട്ട ശരീരം എന്ന് പറയുന്നത് തിരുഭോജനത്തിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഭോജനത്തിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരം ഒടിക്കപ്പെടുന്ന സമയത്ത് നമ്മളെ ക്രൂശാരോഹണത്തിന് സമയത്ത് വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ട് ശാരീരിക യാതനകൾക്ക് ചാട്ടവാറ് കൊണ്ട് അടിക്കപ്പെടുന്ന അടിക്കിച്ച് പൊട്ടിക്കുന്ന ആ സമയത്ത് അതാണ് നമ്മുടെ ഒടിക്കപ്പെട്ട ശരീരമെന്ന് നമ്മൾ പറയപ്പെടുന്നത്. ജീവൻ്റെ റൊട്ടി എന്ന് യേശുക്രിസ്തു സ്വയം വിശേഷിപ്പിക്കുന്നു. അത് യോഹന്നാൻ 6:35 വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നു. നമ്മുടെ വിശ്വാസത്തോടുകൂടി നമ്മളിത് സ്വീകരിക്കുന്ന ഈ ആത്മീയ പോഷണത്തിനെ ജീവൻ്റെ നമുക്ക് നൽകുന്ന ഈ റൊട്ടിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ റൊട്ടി എന്ന് പറയപ്പെടുന്നത്. നമ്മളെ അതിൽ കൂടി നമുക്കത് ഭക്ഷിക്കുമ്പോൾ അത് സ്വീകരിക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് നമ്മുടെ ജീവൻ്റെ സ്രോതമായി തീരും. ജീവന് വേണ്ടി നമുക്ക് നല്ല ജീവിതത്തിന് വേണ്ടി നമുക്കതായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബലിദാനത്തിൻ്റെയും പൂർണ്ണക്ഷമയുടെയും നമ്മുടെ ഈ റൊട്ടിയാകുന്നു. ഈ റൊട്ടി നമ്മളെ ഓടിച്ച് നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമ്മൾ പാപത്തിൽ നിന്ന് നമ്മളെ മുക്തി കിട്ടാൻ വേണ്ടി നമ്മളത് ഓടിച്ച് നമ്മളെ സ്വീകരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ശുദ്ധരായിട്ടുമുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഇറ്റർണൽ ലൈഫ് ഒരു അനന്ത ജീവനം നമുക്ക് കിട്ടുവാൻ വേണ്ടി അതിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി നമുക്ക് യേശുക്രിസ്തു നമുക്ക് ഈ ജീവിതത്തിൽ തന്നു പോയിരിക്കുന്ന ഒരു വലിയൊരു ഗിഫ്റ്റാണ് എന്ന് നമ്മളത് മനസ്സിലാക്കണം. ഈ ഗിഫ്റ്റ് നമുക്ക് യേശുക്രിസ്തു തന്നേച്ച് പോയില്ലായിരുന്നെങ്കിൽ, ഈ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്കില്ലായിരുന്നെങ്കിൽ, ഈ പറയുന്ന നമുക്ക് ദോഷേന ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പാപങ്ങളും നമ്മുടെ ദോഷേന ഉണ്ടാകുന്ന നമ്മുടെ യേശുക്രിസ്തുവിനോടുള്ള മറവുകളും നമുക്കത് കിട്ടത്തില്ലായിരുന്നു.
ഇന്ന് ഈ ഗിഫ്റ്റ് നമുക്ക് തന്നേച്ചു പോയിട്ട് യേശുക്രിസ്തു പോയതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ തിരു അത്താഴത്തിൽ കൂടി നമുക്ക് എല്ലാ ദിവസവും യേശുക്രിസ്തുവിൻ്റെ ബലിദാനത്തിനെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അത് മനസ്സിലാക്കണം. ഇത് കൂടാതെങ്കിൽ ഇത് നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടിയും നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടിയും ഒരു 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 പ്രതീകമായിട്ടാണ് ഇതിനെ നമ്മൾ കാണപ്പെടുന്നത്. അതായത് വിശ്വാസികൾ നമ്മൾ റൊട്ടികൾ കഴിക്കുമ്പോൾ നമ്മൾ ആ കാൽവരി ക്രൂസിൽ യഹോവ തന്ന ആ ബലിദാനത്തിനെ പറ്റി നമ്മൾ ഓർക്കുന്നു എന്നുള്ളതാണ് അവിടെ വരുന്നത്. അതായത് 1 കൊരിന്ത്യർ 11-24 പറയുന്ന പ്രകാരം തന്നെ നമ്മുടെ യഹോവയുടെ ശരീരത്തിന്, അതായത് വിശ്വാസികൾ, ശരീരം എന്ന് പറയുന്ന വിശ്വാസികളുടെ കലീശ എന്ന് പറയുന്നത് തന്നെയാണ് യഹോവയുടെ ശരീരം എന്ന് പറയുന്നത്. ഈ വിശ്വാസികളുടെ കലീശയെ നമ്മൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മളെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ആ വിശ്വാസിയുടെ കലീശയിൽ നമ്മൾ നിൽക്കുന്നു. ആ ശരീരം ഒരൊറ്റ ഏക ശരീരമായിട്ടാണ് ആ കലീശയിൽ നമ്മൾ നിൽക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. യഹോവയുടെ ശരീരം എന്ന് പറയുന്ന ചിത്രീകരിക്കുന്നത് വെച്ചാൽ കലീശയുടെ യൂണിറ്റിയെ പറ്റിയാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ചർച്ചിൻ്റെ യൂണിറ്റി എന്ന് പറയുന്നത് യഹോവയുടെ ശരീരമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ശരീരത്തിൽ ഈ തിരുവത്താഴത്തിൽ നമ്മൾ സംബന്ധിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വാസിയായിട്ട് നമ്മൾ ഈ കലീശയിൽ നമ്മൾ ചേർന്ന് നിൽക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് സാധ്യമല്ല. നമ്മൾ ആ കലീശയിൽ നമ്മൾ ചേർന്ന് നിൽക്കാൻ ഒരിക്കലും പറ്റത്തില്ല. നമ്മൾ ആ യൂണിറ്റിയിൽ നമ്മൾ ഇല്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വേണം ഈ കുർബാനയിൽ നമ്മൾ അല്ലെങ്കിൽ ചർച്ചുകളിൽ നമ്മൾ വന്ന് സംബന്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മളങ്ങനെ ആ രീതിയിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മളെ യൂണിറ്റിയും റിമംബറൻസും നമ്മുടെ ഈ യേശുക്രിസ്തു തിരുവത്താഴത്തിനെ നമുക്ക് ഓർക്കത്തക്ക രീതിയിൽ നമുക്ക് വേണം ജീവിതത്തിൽ നമുക്ക് ആയിത്തീരാൻ വേണ്ടി നമ്മൾക്ക് ഈ തിരുവത്താഴത്തിന് എല്ലാ സൺഡേയിലും നമ്മൾ അവസരങ്ങൾ കിട്ടുമ്പോഴും നമ്മൾ ഇതിൽ സംബന്ധിക്കണം. അപ്പോൾ മാത്രമേ യേശുക്രിസ്തു നിങ്ങളുടെ കൂടുണ്ട്, ഈ കലീശ നിങ്ങളുടെ കൂടുണ്ട് എന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ കലീശയുടെ യൂണിറ്റിക്ക് വേണ്ടി വരുന്ന ആൾക്കാരെല്ലാവരും അതിനുവേണ്ട പാകവത്തായിത്തീരുമ്പോൾ മാത്രമേ ആ കലീശ ഒറ്റക്കെട്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം കലീശ ഒറ്റക്കെട്ടല്ല എന്ന് നിശ്ചയമായിട്ടും. എന്താ വെച്ചാൽ എൻ്റെ കലീശ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ്. ആ ശരീരത്തിൻ്റെ പകുതി ആൾക്കാർ കുർബാന സ്വീകരിക്കും, പകുതി ആൾക്കാർ കുർബാന സ്വീകരിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എവിടുന്ന് ഒരു ശരീരമായിത്തീരുന്നു, എവിടുന്ന് ഒരു ഒറ്റക്കെട്ടായിത്തീരുന്നു. അപ്പോൾ ഒറ്റക്കെട്ടാണെങ്കിൽ ആ കലീശയിൽ സംബന്ധിക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് വലിയ പ്രായമുള്ളവരെല്ലാവരും അത് സ്വീകരിച്ചിരിക്കണം. അപ്പോൾ മാത്രമേ ആ തിരുവത്താഴത്തിൽ സംബന്ധിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ പറയുന്ന കലീശയുടെ യൂണിറ്റിയും കലീശയുടെ ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിനെ നമ്മൾ ഓർക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ആ വലിയൊരു അർത്ഥവത്തുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ കുർബാനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് 1 കൊരിന്ത്യർ 11-24-25 വരെ നമുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ തിരുവത്താഴത്തെപ്പറ്റി വളരെ ദീർഘമായിട്ട് നമുക്ക് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്ന ഈ പ്രകാരമാണ്, എന്നാൽ നീ നന്ദി കൊടുത്തുകൊണ്ട് ഈ റൊട്ടിയെ നിങ്ങൾ ഓടിപ്പീൻ, നിങ്ങൾ ഇതെൻ്റെ ശരീരമാകുന്നു, ഞാൻ നിനക്ക് വേണ്ടി തരുന്നു, എൻ്റെ സ്മരണയ്ക്ക് വേണ്ടി നിങ്ങളിത് ചെയ്തുകൊണ്ട് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ രീതിയിൽ തന്നെ എൻ്റെ പാനപാത്രത്തിൽ നിങ്ങൾ എൻ്റെ ഈ രക്തത്തിനെ നിങ്ങൾ സ്വീകരിച്ച് അതൊരു പുതിയ ഉടമ്പടിയായിട്ട് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് രക്തം നിങ്ങൾ കുടിക്കണം എന്ന്, അതും എൻ്റെ സ്മരണയ്ക്കായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആഫ്റ്റർ സഫറിനെ പറ്റി അല്ലെങ്കിൽ പാസ് ഓവർ മീൽസിനെ പറ്റി യേശുക്രിസ്തു പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പാസ് ഓവർ നമ്മൾ പറ്റി നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ നമ്മൾ പെഷ എന്ന് പറയുന്നത് ആ പഴയ ഉടമ്പടി പിന്നെ യേശുക്രിസ്തു ഇവിടെ വെച്ച് പുതിയ ഒരു ഉടമ്പടിയാക്കി തീർക്കുന്ന ഒരു രംഗമാണ് സ്ഥാപിക്കപ്പെടുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമുക്കിവിടെ വെച്ച് കാണപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പഴയ ഉടമ്പടിയുടെ സമാപ്തിയും പുതിയ ഉടമ്പടിയുടെ പ്രാരംഭമാണ് ഈ യേശുക്രിസ്തുവിൻ്റെ ലാസ്റ്റ് സഫറിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതുപോലെ തന്നെ പുതിയ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തം നമ്മൾ
ത്തിൻ്റെ പാനപാത്രമാണ്. നമുക്ക് പാപത്തിൻ്റെ ക്ഷമയ്ക്ക് വേണ്ടി, നമ്മുടെ പാപത്തിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, നമ്മൾക്ക് ഒരു പുതിയ ജന്മം നൽകാൻ വേണ്ടിയാണ് ഇത് നമുക്ക് ചെയ്തത്. ഇത് യെരമ്യായുടെ പുസ്തകം 31-ാം അധ്യായത്തിൽ 31 നമ്മൾ വായിക്കുമ്പോൾ അന്ന് അദ്ദേഹം അതിനെപ്പറ്റി വിളംബരം ചെയ്താണ്. ആ വർഷങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറയുകയാണ്. അതുകൊണ്ട് യഹോവയുടെ പറയപ്പെടുന്ന ഇങ്ങനെ, യഹോവയുടെ വചനമാകുന്നു. ഇനി വരാൻ പോകുന്ന സമയത്ത് യഹൂദന്മാർക്കും ഇസ്രായേലികൾക്കും പുതിയ ഒരു ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കും. ഞാൻ പുതിയ ഒരു ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കും. ഇത് യെരമ്യാ 31 അന്നേ കാലത്ത് ഉണ്ടല്ലോ യഹോവ ഇത് കൽപ്പിച്ചിരിക്കുന്നതാണ്. അതാണ് ഇന്ന് പൂർത്തീകരിക്കുന്നത്. ഈ സഹോദരന്മാരെ, ഈ ഉടമ്പടി പ്രകാരം ഇന്ന് നമ്മളെല്ലാവരും ഇതിനെ സ്വീകരിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമ്മൾ ഈ ഉടമ്പടി സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. നമ്മളിത് സ്വീകരിക്കാത്ത പക്ഷം നമ്മളിത് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസിയാണെന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല. യേശു ക്രിസ്തുവിൻ്റെ കലീശയിലെ മെമ്പറാണെന്ന് പറയാൻ നമുക്ക് യോഗ്യതയില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ചർച്ചിൻ്റെ മെമ്പറാണെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ കലീശയുടെ മെമ്പറാണെങ്കിൽ, നമ്മൾ ഈ ഉടമ്പടി പ്രകാരം നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ കടപ്പാടാണ്. നമ്മളെല്ലാവരും ഇതിൽ ഭാഗവത്വമായിട്ട് ഇതിനെ ഓർക്കുകയും അത് കഴിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരേ രീതിയിൽ അത് കഴിക്കുമ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ടായി ആ കലീശയിലെ മെമ്പറായിത്തീരുന്നു. അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കണം. പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ വലിയ ഒരു വ്യത്യാസം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് സ്തുതി ഗീതങ്ങൾ നമുക്ക് 30 പദങ്ങൾ 30-ാമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് പർവ്വതത്തിലേക്ക്, അതായത് അത്തിവൃക്ഷത്തിൻ്റെ പർവ്വതത്തിലേക്ക് വലിയ കയറുന്ന നമ്മൾക്ക് അങ്ങോട്ട് പോകുന്ന ആ ഒരു കാര്യങ്ങളാണ് കാണുന്നത്. നമ്മൾ കഠിനമായ പരിസ്ഥിതിയിൽ യേശു ക്രിസ്തു ആയിട്ടും സ്തുതിഗീതങ്ങൾ പാടിക്കൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ അതായിത്തീരണം. ദുഃഖത്തിൻ്റെ സമയം വരുന്നു എന്ന് യേശുവിന് അറിയാമെങ്കിലും അദ്ദേഹം യേശു ക്രിസ്തു ആ ദുഃഖത്തിൻ്റെ സമയത്തും യഹോവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കിതിൻ്റെ അകത്ത് ഇതെല്ലാം യഹോവയുടെ, നമുക്കിതിൻ്റെ അകത്ത് നിന്ന് പഠിക്കാൻ സാധിക്കുന്നത് ഇതെല്ലാം യഹോവയുടെ ഓർഡർ പ്രകാരം നടന്ന ഓരോ തീരുമാനങ്ങളാണ്. ആ യഹോവയുടെ ഓർഡർ പ്രകാരം നടത്തിയ ഓരോ തീരുമാനത്തിനെയാണ് നമ്മളെല്ലാവരും ഇന്ന് ഭാഗവത്താകുന്നത്. യഹോവ എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ, യഹോവയുടെ എന്താ ഉദ്ദേശങ്ങളുണ്ടോ, ആ ഉദ്ദേശം ഈ ലോകത്ത് നമുക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ടോ, അതിനെല്ലാം ഓരോരുത്തരും അതിൻ്റെ അകത്ത് ഒരു ഭാഗവത്തുകളാണ്. വിശ്വാസത്തിൽ വഞ്ചനയിൽ ഇടയ്ക്കും യഹോവയ്ക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ കൂടെയുള്ളവർ പലരും വിശ്വാസവഞ്ചന ചെയ്യും. പക്ഷേ നമ്മൾ അതിൽ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ യഹോവയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ ബലിദാനം കൊണ്ട് പാപത്തിൻ്റെ ക്ഷമ നമുക്ക് കിട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഠിനമായ സമയത്തും നമുക്ക് സ്തുതി ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഠിനമായ സമയം വരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് കംപ്ലൈൻറ്റ് വയ്ക്കാതെ നമ്മൾ പ്രാർത്ഥനയിലും സ്തുതിയിലും നമ്മൾ ആയിത്തീരാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലും നമുക്കിതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പല ജീവിതത്തിലും പലപ്പോഴും നമുക്ക് സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട് പരിസ്ഥിതി ബുദ്ധിമുട്ടുകൾ ജീവിക്കുമ്പോൾ നമ്മളെല്ലാം അതിൽ കൂടി നമ്മൾ നല്ലൊരു ഉത്തമ ജീവിതം നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. പതുക്കെ നമ്മുടെ സ്ഥിതികളും മാറിക്കിട്ടും എന്ന് നമ്മൾ പഠിക്കുക. അതിനുവേണ്ടി നമ്മൾ യഹോവയ്ക്ക് നന്ദി പറയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ബലിദാനത്തിൻ്റെയും ഈ തന്ന ലെസണിൽ കൂടെ നമ്മൾ ബലിദാനത്തിൻ്റെയും ഉടമ്പടിയുടെയും സ്തുതിയുടെയും ആയിട്ട് നമ്മൾ ഈ ലെസനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാൻ നമ്മളെ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്, നമ്മളെ ഓർഡർ നമുക്ക് തരുന്നത് യഹോവ. ഹൃദയത്തിൻ്റെ
ശുദ്ധതയാണ് നമുക്ക് തരുന്നത്. നമ്മൾ തയ്യാറായിരിക്കണം അതിന് വേണ്ടി. നമ്മൾ അതിൻ്റെ ഓർഡറിനെ മാനിക്കേണ്ടിയിരിക്കുന്നു. ഈ യേശുവിൻ്റെ ബലിദാനത്തിനെ പറ്റിയാണ് നമ്മൾ തയ്യാറായിരിക്കേണ്ടത്. യേശുവിൻ്റെ ബലിദാനം വെറുതെ പോകത്തില്ല, അതിൻ്റെ ഓർഡറിനെ നമ്മൾ മാനിക്കേണ്ടിയിരിക്കുന്നു. സ്തുതി പൂർവ്വമുള്ള ജീവിതം, നമുക്ക് ആരാധിക്കുന്ന ജീവിതം നമ്മുടെ ഉണ്ടായിരിക്കണം. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്നത്. ഈ ഉപവാസത്തിൻ്റെ വലിയ മഹത്വമായ ദിവസത്തിൽ നമുക്ക് നമ്മളെ ഓരോരുത്തരെയും ഈ യേശുവിൻ്റെ തിരുശരീരത്തിന് അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ ദൈവം തന്ന ഒരു അവസരത്തിൽ നമ്മൾ നന്ദി പറയുക. എൻ്റെ ഹൃദയം ശുദ്ധമുള്ള ഹൃദയമായി തീരാൻ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അത് നമ്മൾ ചിന്തിക്കണം, എൻ്റെ ഹൃദയം ശുദ്ധത ഉള്ളതാണോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമുണ്ട്. ഈ കഠിനമായ സമയത്തും നമ്മൾ യഹോവയ്ക്ക് നമ്മൾ സ്തുതിഗാനങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമ്മളെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ സമയത്ത് പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മൾ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ യഹോവേ, നീ ഞങ്ങളെ ബലിദാനം ചെയ്ത യേശുക്രിസ്തുവിനെ ബലിദാനം ചെയ്തതിൻ്റെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് നീ ബുദ്ധി തരണമേ. എൻ്റെ യഹോവേ, നീ ഞങ്ങളുടെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ച് തരുവാൻ നീ ഞങ്ങൾക്ക് അവസരം തരണേ. നീ എൻ്റെ യഥാർത്ഥ ആരാധന എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവമേ. നീ കഠിന സമയത്തും ഞങ്ങൾ യഹോവയെ ശ്രുതിഗാനങ്ങളും ആരാധിക്കുവാനും ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് ഞങ്ങളെ പഠിപ്പിക്കണേ ദൈവമേ. ഈ വചനത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 17 തൊട്ട് 30 വരെ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത് ചുരുക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ, യേശു നമുക്ക് വേണ്ടി നമ്മുടെ ജീവനെ കൊടുത്തു. യേശു നമ്മൾക്ക് വേണ്ടി നമ്മുടെ ജീവനെ ത്യാഗം ചെയ്തു. അതാണ് നമ്മളിവിടെ കാണപ്പെടുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത് പുതിയൊരു ഉടമ്പടി, നമ്മുടെ പുതിയൊരു ജീവനിലേക്ക് ആക്കി തീർക്കുവാനായിട്ട് നമുക്ക് ഈ തിരുശരീരത്തിൻ്റെ മാതൃക നമ്മളെ കാണിച്ചു തന്നേച്ച് പോയിട്ടുണ്ട്. എന്നും നമ്മളത് സ്വീകരിച്ചോടി നമ്മളെ പുതിയതാക്കി തീർക്കത്തോടിരിക്കുന്നു. മൂന്നാമതായിട്ട് നമുക്ക് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് കഠിനമായ സമയത്തും നമ്മൾ യഹോവയ്ക്ക് വേണ്ടിയും യേശു ക്രിസ്തുവിന് വേണ്ടിയും സ്തുതിഗാനങ്ങളും ആരാധിക്കുകയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ പിള്ളേർക്ക്, നമ്മുടെ കുടുംബത്തിനും, നമ്മുടെ കേട്ടോണ്ടിരിക്കുന്ന ഇതിനു വേണ്ടി എല്ലാവർക്കും ഈ അത്താഴത്തിന്, ഈ നോയമ്പ് സമയത്ത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ 50 ദിവസം നമ്മളെല്ലാവരും എടുത്ത നോയമ്പിൻ്റെ അകത്ത് നമുക്കിതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ പുതിയ ഉടമ്പടി എന്താണ്, ഈ നമ്മുടെ തിരുശരീരത്തിൻ്റെ എന്താണ്, അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി കഷ്ടപ്പാടിലും പ്രയാസത്തിലും നമ്മൾ സ്തുതിഗാനങ്ങൾ ചെയ്യുവാനായിട്ട് നമ്മൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.